ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നല്ല സെക്കൻഡ് ഷോ ലുലു PVR എന്നാണ് നമ്മൾ കൽക്കി മൂവി കാണുന്നത്. കുറച്ച് കാലമായി കാത്തിരിക്കുന്ന മൂവിയാണ്. കാരണം ഇന്ത്യൻ സിനിമയിലെ ദൃശ്യവിസ്മയം 600 കോടി ബഡ്ജറ്റിൽ പല ആളുകളും പറഞ്ഞു കേട്ടോ, 600 കോടി 6000 കോടി ചിലവാക്കിയ ഫീല് കിട്ടുന്നു. പല ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ അറിയാം. അത് വലിയൊരു കാര്യമായിട്ട്, കാരണം ഇതിലും വലിയ പൈസ ചിലവാക്കിയിട്ട് കുറേ പടങ്ങൾ വന്നിട്ടുണ്ടോ. അസഹനീയമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. പടം തന്നെ ആയും തന്നെ പറയേണ്ട കാര്യം, അത് കാശ് ഇത് ഇറക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളി VFS, ടെക്നിക്കലി സെറ്റ് കാര്യങ്ങൾ ഒരു എന്താ പറയുക, വേറെ ലെവൽ സാധനമാണ്. അതിലൊന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്, ബിഗ് സല്യൂട്ട്. അപ്പോൾ നാഗശ്വിൻ സംവിധാനം ചെയ്ത മൂവി ആളെ മഹാനദി എന്നൊരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ആ പടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആൾ സംവിധാനം ചെയ്തതിൽ. പിന്നെ ഈ പടമാണ് ആള് വിശ്വസിച്ച് ഇത്രയും വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ നമ്മൾ പടത്തിനെത്തിക്ക് വരാം. പടം എന്ന് വെച്ചാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള പടമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കെന്താ പറയുക, കുറേ ഹോളിവുഡ് പടങ്ങളിൽ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചാൽ ഇംഗ്ലീഷുകാരുടെ സാധനം അടിച്ച് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് കുറേ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. കുറേ അധികം ഭാഗങ്ങൾ കണക്റ്റായിട്ട് അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിൽ കുറച്ച് ഓവറാക്കിയത് അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മളതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സായിപ്പിൻ്റെ സാധനം കിട്ടി അടിച്ച് മാറ്റി പൈസ ഇറക്കാൻ ആളുണ്ടായി അങ്ങനെ ചെയ്തെന്ന് എനിക്ക് തോന്നിയത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് കൊണ്ടുവന്നത് ചില കാസ്റ്റിംഗ് എന്തിനാണെന്ന് തോന്നിപ്പോയി. ക്യാമിയോ റോള് പല ലാംഗ്വേജിൽ പടമുള്ളത് കൊണ്ട് അതിൻ്റെ പ്രമോഷൻ ഭാഗമൊക്കെ ആയിട്ടല്ല. എസ്പെഷ്യലി എനിക്ക് പറയേണ്ടത് DQനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം DQ ഇത്രയും കഴിവുള്ളൊരു നടനെ അവിടെ കൊണ്ടുവന്നിട്ട് ആൾക്ക് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ശരിക്കൊരു എന്താ പറയുക, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരാളുണ്ട് എന്ന് കാണിക്കാൻ ശോഭനയുണ്ട്. എനിവേ, പക്ഷെ എനിക്ക് DQനെ ആ റോളിൽ ഒരിക്കലും ക്യൂട്ടായ റോളാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ഇത് ആൾ കിങ് ഓഫ് കൊത്തൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും ചെയ്തു പോയതാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ അതിൽ നല്ല റോള് കൊടുക്കാൻ പറ്റുന്നത്. ഇനി DQ വരില്ല, സെക്കൻഡ് പാർട്ട് DQ വരില്ല നമുക്ക് ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ നല്ല റോളായിരിക്കും. ശരിവേ, മഹാനടന്മാർ അഭിനയിച്ച ഇന്ത്യൻ സിനിമയിലെ ദൃശ്യവിസ്മയം അതൊക്കെയാണ്. ഇതാ വെച്ച് പൂളു വിളയാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാസ് അതിലേക്ക് വരാം. പ്രഭാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രഭാസ് ഇപ്പോൾ തെലുങ്കിലാണ് പടം, അതുകൊണ്ടായിരിക്കും കുറേ വെറുപ്പിക്കുന്ന കോമഡികൾ. ആ മലയാളത്തിൽ കണ്ടുകൊണ്ടാണ് എനിക്കറിയില്ല. മലയാളത്തിലെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മലയാളം. ഞാൻ ഒന്നുകൂടി കാണും തെലുങ്കിലോ അല്ലെങ്കിൽ തമിഴിലോ. ഹിന്ദി നമുക്ക് ദഹിക്കില്ല. കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ വെറുതെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതും പറയാം. ഞാൻ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇന്നലെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കണ്ട ആൾക്കാർക്കൊക്കെ വേറെ യൂണിവേഴ്സൊക്കെ പിടിച്ച മൂഡിൽ നിന്ന് കണ്ട്. ഇന്നലെ തിയേറ്ററിൽ സെക്കൻഡ് സമയത്തൊക്കെ തിയേറ്ററിൽ കൂവലും ഒക്കെ കിടന്നു ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. ചില ഭാഗം കൈയടിയുണ്ട്. അപ്പോൾ അതവസ്ഥ അസഹനീയമായ കോമഡി. പിന്നെ ബുജീന്നൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫ്. എനിവേ, അത് കുറച്ച് വെറുപ്പിക്കില്ല വോയിസ് കൊടുത്ത് ചില ഭാഗങ്ങൾ. പെർഫോമൻസുകൾ നോക്കിയാണ്. ഇൻ്റർവെല്ലിന് ഭയങ്കര വെറുപ്പിക്കലും ലാഗും കാര്യമായിട്ടാണ് പടം പോകുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവറേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്ര 600 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പടം ഇത്രയും സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് നല്ല സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് പോയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിരിക്കാനുള്ള സാധനം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ അതിൽ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കമൽഹാസൻ്റെ കുറച്ച് റോള്. കമൽഹാസൻ സ്റ്റാർട്ടിങ് കാണിച്ചിട്ട് ക്ലൈമാക്സിൽ ആൾക്ക് സംഭവം അടുത്ത സെക്കൻഡ് പാർട്ടിലാന്ന് കാണിക്കുന്ന രീതിയിൽ സാധനം കൊണ്ട് പോയിട്ടുണ്ട്. അന്നാപൻ എടുത്തു പറയണം, അവിടെ മലയാളി കുട്ടി പൊളിച്ചടക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ കിഡ് സാധനമായിട്ടുണ്ട്. ആളെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പ്രഷൻസ്, ആൾ ലുക്ക് ഒക്കെ പൊളി എടുത്ത് പറയണം. പിന്നെ കമൽഹാസന് പറഞ്ഞു. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സ്, ശോഭന, മറിയം കിടുവാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ പറയാൻ കുറേ ക്യാമിയോ റോൾ വരുന്ന ഒരുപാട് പേരുകളുണ്ട്. അർജുൻ്റെ റോൾ ചെയ്ത ചേട്ടനുണ്ട്, പാർത്ഥിബൻ, കുറേ ആൾക്കാർ. പേര് കറക്റ്റ് കിട്ടുന്നില്ല. കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും വന്ന് പോയി ചെറിയ റോളുകളൊക്കെ കൊടുത്ത് സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിലെ പടം ഭയങ്കര ലാഗിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് മലയാളത്തിൽ കാണുന്ന നല്ല ഉറപ്പിക്കലുമാണ്. അത് ചിലപ്പോൾ നമ്മൾ വേറെ ലാംഗ്വേജിൽ കണ്ട് ചിലപ്പോൾ ഒന്നുകൂടി നന്നാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഡബ്ബിങ് പടം ഇഷ്ടപ്പെട്ടത് ബാഹുബലിയാണ്. നിങ്ങൾ പലരും എന്നോട് വിളിച്ച് വെച്ചിട്ട് ബാഹുബലി വലിക്കണം. ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ച് പോരുത്. ബാഹുബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 2-2.25 മണിക്കൂർ, 1 മിനിറ്റ് പോലും കളയാല്ലേ. ഫുൾ ത്രില്ലടിപ്പിച്ച് ചില BGM ഒക്കെ നൈസായിട്ട് എൻ്റെ വരെ കൊണ്ടുപോകുന്ന സാധനമാണ്. ഇതിൽ ആ ഒരു സാധനമൊന്നുമില്ല. ഇത് വേറൊരു യൂണിവേഴ്സ് പിടിച്ച് ചെയ്തുള്ളതാണ്. സംഭവം വെറുക്ക് ഇല്ലാന്നല്ല. പക്ഷെ ഒരിക്കലും ബാഹുബലി പ്രതീക്ഷിച്ച് നമ്മൾ പോരുത്. അത് വേറെ കാര്യം. ബാഹുബലി വേറൊരു സാധനം, ഇതൊരു വേറെ സാധനം. അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ഇതിൽ മഹാഭാരതം
ആയിട്ട് കണക്ട് ചെയ്തിട്ട് 10ാമത്തെ അവതാരം കലക്കി വരുന്നു. എന്തിനാ വരുന്നു? ഇവിടെ പഴയ നടന്നല്ല നമ്മുടെ കാശിയിലൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? അതൊക്കെ പിടിച്ചിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ കാണിക്കുന്ന സീൻ തന്നത്തെ ഈവൻ പൈസ, പൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ അവിടുത്തെ ജീവിത രീതികൾ കാണിക്കുന്ന അതൊക്കെ രസമായിട്ട് ഒരു സംഭവമാണ്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതൊരു ഓക്കെ, അതെവിടെ വെച്ചിനെ വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പറയേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കോംപ്ലക്സിലേക്ക് എത്തിപ്പെടാനാണ് ഫുള്ള് കളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല എന്താ പറയുക, നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ. ഇവരൊക്കെ റിബൽസാണ്. ഇപ്പോൾ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അവിടുന്ന് നമ്മുടെ ദീപിക പതുക്കോണിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട്, ഷംപാലയിലൊക്കെ കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കിട്ടുവാണ് കേട്ടോ. പക്ഷേ വെച്ചാൽ കുഞ്ഞ് ജനിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അധർമ്മത്തിനെതിരെ പോരാടാൻ ജനിക്കുകയാണ് അടുത്ത സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. അതായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ നമ്മൾ ആ ഹൈ എക്സ്പെക്റ്റേഷനിൽ പോയിട്ട് സായിപ്പിൻ്റെ സാധനം കോപ്പിടിച്ച് പിന്നെ കുറച്ച് അധികം പൈസ ഇറക്കി കുറേ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പടം അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ പെർഫോമൻസുകളുണ്ട്, നല്ല നല്ല പെർഫോമൻസുകളുണ്ട്. ഇനി ഒരു കാര്യം പറയും, ഇപ്പം തിയേറ്ററിൽ കാണാണ്ട് ഈ പടവും നടക്കില്ല. തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കണ്ടിരിക്കേണ്ട, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. എൻ്റെ അഭിപ്രായമാകും പോലെ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങളിങ്ങനത്തെ പിന്നെ ഒരു കാര്യം പറയും, ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ ഈ പടത്തിന് പോയാൽ മതി കേട്ടോ. ചിലർ പറയും ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ജനറേഷനിൽ. അപ്പം അതും നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ തിയേറ്റർ വാച്ചാണ്. പിന്നെ എനിക്ക് ടെക്നിക്കലൊക്കെ സംഭവം അഴിഞ്ഞാടിയിട്ടുണ്ട്. BGM ആയാലും എല്ലാ മേഖലയിലും 100% നീതി വളർത്തിയിട്ടുണ്ട് പടം. പെർഫോമൻസുകൾ മെയിൻ ഇപ്പോൾ കൂട്ടത്തിൽ ഇതിൽ പെർഫോമൻസ് ചെയ്യാനുള്ളത് പ്രഭാസിന്, അമിതാഭ് ബച്ചൻ ആണ്. പിന്നെ കുറച്ച് കമൽഹാസൻ, ശോഭന, അവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അന്നാബനൊക്കെ ഉള്ള സമയമൊക്കെ തകർത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ക്യാമിയോട്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്, അതിന് സംശയമില്ല. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോയതുകൊണ്ടായിരിക്കാം. ഞാനിക്ക് കുറേ പടങ്ങൾ, ബോളിവുഡ് പടങ്ങൾ, ഇംഗ്ലീഷ് സായിപ്പിൻ്റെ സാധനം കോപ്പിടിച്ചിട്ട് അങ്ങേറ്റം വരെ തിന്നു നമ്മുടേതൊരു സാധനമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ബാഹുബലി ഇഷ്ടപ്പെടാൻ കുറേ അധികം കാരണങ്ങളുണ്ട് നമുക്ക്. എല്ലാ മലയാളികൾക്ക്, എല്ലാ സിനിമ പ്രേക്ഷകർക്കാരും. അതിൽ നമ്മുടെ കുറേ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സാധനം കിട്ടും പിടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ചൊക്കെ എന്താ പറയുക, മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. ഇത് അതിലുള്ള പല സാധനങ്ങൾ വരെ, ഇപ്പോൾ യുദ്ധം, കാറ് കാണിക്കുന്നത്, അതുപോലെ കുറേ എന്താ പറയുക ടൂൾസുകൾ, മിഷനറീസ്, പിന്നെ പേടകം, എനിവേ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. 600 കോടി ഇറക്കിയിട്ട് ഇന്ത്യൻ സിനിമയിൽ വിസ്മയം പറയാം. നമ്മൾ മറ്റുള്ള പടങ്ങൾ കണ്ടുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തതാണ്. പക്ഷേ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അവരൊക്കെ പലരും റിവ്യൂ പോസിറ്റീവ്സ് ഒക്കെ കണ്ട സമയത്ത്. ഇപ്പോൾ നമ്മുടെ അഭിപ്രായം ഇതാണ്. എന്തായാലും നിങ്ങൾ പോയി പടം കാണുക, 3D കാണിപ്പിക്കും, മലയാളം ഒഴിവാക്കി കാണും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പടം കാണും. ഞാൻ ഒന്നുകൂടി എന്നിട്ട് കുറിച്ച് പറയും. ഇപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരുന്നാലോ, ഞാൻ തമിഴിലോ തെലുങ്കിലോ കാണുന്ന സമയത്ത് എൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരുന്നാലോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇനിയും വരട്ടെ. ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ ഇൻഡസ്ട്രിയും വളരട്ടെ. ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.